എല്ലാവർക്കും ബിരിയാണി വേണം. അങ്ങനെ എന്തായാലും അച്ഛനുള്ളതുകൊണ്ട് അച്ഛൻ്റെ സ്പെഷ്യൽ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ എന്തായാലും ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഉള്ളി അരിയൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും അച്ഛൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാർത്തിക്കും അവിടെ നിന്ന് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയാക്കൽ പരിപാടിയാണ്. പിന്നെ അമ്മയെ അച്ഛനെ സഹായിക്കാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കാമെന്ന്, കാരണം എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും ഞാൻ ഡൈനിങ് ടേബിളൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൻ്റെയൊക്കെ പരിവം കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമ്മളിതെല്ലാം ഡീപ്പ് ക്ലീനിങ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ഞാൻ നേരെ നമുക്ക് പട്ടാമ്പി പോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അതിൻ്റെ പരിപാടിയിലേക്കായിരുന്നു. അങ്ങനെ പിത്തോടനാണെങ്കിൽ ബിരിയാണിയുടെ ചോറിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ അവന് റൈസ് വേണം. അവന് പിന്നെ പ്രത്യേകം റൈസ് മാറ്റി വെക്കുക. അവൻ ചിക്കനും ഒന്നും കഴിക്കില്ല, മസാലാസ് ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അവനുള്ളത് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ദം ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി ഇട്ടിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ദമ്മൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദമ്മൊക്കെ 10 മിനിറ്റത്തേക്ക് വെച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.